എന്നെ ഓർക്കേണമേ എന്ന് ജീവിതത്തിന്റെ അവസാന സമയത്ത് ദൈവത്തോടായി പ്രാർത്ഥിച്ച രണ്ട് കഥാപാത്രങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഒന്ന് പഴയ നിയമത്തിലെ ശിംശോനായിരുന്നു. രണ്ട് യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ. ശിംശോൻ എന്ന കഥാപാത്രമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അമാനുഷികമായ ശക്തി ദൈവത്തിൽ നിന്നും കിട്ടിയവനായിരുന്നു ശിംശോൻ. ജനിച്ച നാൾ മുതൽ ദൈവത്തെ സേവിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനുമായിരുന്നു ശിംശോൻ. യഹോവയുടെ ശക്തിയാൽ ഒരിക്കൽ അവന്റെ നേരെ ചാടി വീണ ഒരു ബാലസിംഹത്തെ അവൻ കീറിക്കളഞ്ഞു. മറ്റൊരിക്കൽ 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് ഈ രണ്ട് വാലിനിടയിൽ പന്തങ്ങൾ വെച്ച് കെട്ടി ഫെലിസ്ത്യരുടെ വിളവിലേക്ക് വിട്ട് വിളവെല്ലാം ചുട്ടുകളയിച്ചു. കഴുതയുടെ പച്ചത്താടി എല്ലുകൊണ്ട് 1000 ഫെലിസ്ത്യരെ ഒറ്റയ്ക്ക് നേരിട്ട് സംഹരിച്ച ചരിത്രവും ശിംശോനുണ്ട്. എന്നാൽ ദലീല എന്ന സ്ത്രീയുടെ വശീകരണത്തിൽപ്പെട്ട് ശിംശോന്റെ മേലുണ്ടായിരുന്ന മഹാശക്തി അവന് നഷ്ടപ്പെട്ടു. നമ്മൾ ഓരോരുത്തരിലും വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. വിശ്വാസ ജീവിതത്തിൽ ക്ഷീണിക്കാതെ നാം മുൻപോട്ട് പോകുന്നത് അവന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒടുക്കം വരെ ദൈവത്തിന്റെ ശക്തിയും അവന്റെ കൃപയും കൂടിയേ തീരൂ. ഇവയെ വെച്ച് നാം ഒരു കളിയും കളിക്കരുത്. ഒരു തോന്നിയാസത്തിനും നാം പോകരുത്. ദൈവത്തിന്റെ മഹാശക്തി നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടാൽ നാം ശേഷം മനുഷ്യർ മാത്രമാണെന്ന് ശിംശോന്റെ ചരിത്രം നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു. മാത്രമല്ല, ഫെലിസ്ത്യർ ശിംശോനെ പിടിച്ച് അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവനെ കാരാഗ്രഹത്തിൽ മാവ് പൊടിപ്പിക്കുന്ന ജോലിയിലാക്കി. ദൈവത്തിന്റെ കൃപ നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടാൽ ലോകരുടെ മുമ്പിൽ നാം പരസ്യക്കോലമാകുമെന്നതിന് ശിംശോനുണ്ടായ ദുരവസ്ഥ നമുക്കൊരു പാഠമാണ്. ഇങ്ങനെയൊക്കെ ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ചു എങ്കിലും എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ കൂട്ടത്തിൽ ശിംശോനെ ഓർക്കുവാൻ കാരണം ദൈവം അവനെ ഓർത്തതുകൊണ്ടായിരുന്നു. ശിംശോന്റെ പുറമെയുള്ള കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞിരുന്നു എങ്കിലും അവന്റെ അകംകണ്ണ് പ്രകാശിതമായി. അവൻ ദൈവത്തോടായി ഏറ്റവും അവസാനമായി പ്രാർത്ഥിച്ചതും ദൈവം അത് കേട്ട് ഉത്തരമരുളിയതുമായ പ്രാർത്ഥനയത്രേ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. കർത്താവായ യഹോവേ, എന്നെ ഓർക്കേണമേ. ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ. ഒരു കാലത്ത് വീറോടെ കർത്താവിനായി അധ്വാനിച്ചവർ, അവന്റെ രാജ്യത്തിനു വേണ്ടി പൊരുതിയവർ ശക്തി നഷ്ടപ്പെട്ട് നിരാശ പൂണ്ട് ഇന്ന് കഴിയുന്നവരായിട്ടുണ്ടെങ്കിൽ താങ്കളെ എഴുതി തള്ളുവാൻ ഇതുവരെയായിട്ടും ദൈവത്തിന് മനസ്സായിട്ടില്ല. കർത്താവേ, എന്നെ ഓർക്കേണമേ എന്ന ഹൃദയ തകർച്ചയോടെയുള്ള പ്രാർത്ഥനകൾ ദൈവം ഇന്നും കേൾക്കുകയും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് പൂർവാധികം ശക്തി നൽകുവാനും അവൻ തയ്യാറായി തന്നെ നിൽക്കുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.